ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുതിര കൊണ്ടുള്ള ഒരു പായസമാണ്. ഇതാണ് മുതിര. ഇതുകൊണ്ടുള്ള ഒരു പായസമാണ്. മുതിര മഴക്കാലത്ത് കഴിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം ഈ മുതിര എന്ന് പറയുന്നത് ചൂടുള്ള സാധനമാണ്. അപ്പോൾ മഴക്കാലത്ത് ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ചൂട് നിലനിർത്താൻ വേണ്ടി വളരെ സഹായിക്കും. മാത്രമല്ല ഇതിനകത്ത് അയണുണ്ട്, റിച്ച് ഫൈബറാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഇതാണ്. മുതിര കഴിച്ചാൽ കുതിരയുടെ ശക്തി എന്നാണ് പറയാറ് പണ്ടുള്ളവർ. അപ്പോൾ ഇത് വെച്ചുള്ള ഒരു പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാദ്യം നമ്മൾ വറുക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തിട്ട് ഒരു 6 to 7 മണിക്കൂർ വരെ സോക്ക് ചെയ്തതിൻ്റെ ശേഷം കുതിർത്തിട്ട് കുക്കറിൽ ഒരു 5 വിസിൽ, അതായത് മുതിരയുടെ വേവ് അനുസരിച്ചാണ്, ഒരു 5 വിസിൽ നമ്മൾ കേൾപ്പിച്ച് വേവിച്ചെടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ അതേപോലെ വറുത്ത് സോക്ക് ചെയ്ത് വേവിച്ച് വെച്ചത്. ഇതാണ് പാകം. കണ്ടോ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഉടഞ്ഞു വരും. ഇത് ഇത്ര നന്നായിട്ട് വെന്ത് വരണം, എന്നാൽ മാത്രമേ നമുക്ക് പായസം വയ്ക്കുമ്പോൾ യോജിക്കുള്ളൂ. മാത്രമല്ല ഇതിപ്പം ഞാൻ വേവിച്ച് വെച്ച് ഇത് കൈ കൊണ്ട് നമ്മൾ ഒന്ന് ഞവടിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ചേർക്കുമ്പോൾ നല്ല യോജിപ്പായിട്ട് നല്ല കൊഴുപ്പ് പാകമായിട്ട് നമുക്ക് വരും. അപ്പം ആദ്യം ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്ത് ഒരു 6 to 7 മിനിറ്റ് വരെ, 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെ നമ്മൾ കുതിർത്തെടുത്തതിൻ്റെ ശേഷം കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് പായസത്തിൻ്റെ പ്രോസസ്സ്. ഇത് അങ്ങനെ ചെയ്ത് നന്നായിട്ട് വേവിച്ച് വെച്ച സാധനമാണിത്, മുതിരയാണിത്. ഇത് നമുക്ക് ഇനി പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇത് അല്പം തേങ്ങ, ഇത് കൊട്ടത്തേങ്ങയാണ്. കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ തേങ്ങ നമ്മൾ പുളി എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. ഇത് പായസത്തിന് ലാസ്റ്റ് നമ്മൾ ഇടുക. അപ്പോൾ ഇതിപ്പോൾ ആദ്യം നമ്മൾ ഇത് നെയ്യിൽ വറുത്തെടുക്കാം. നമുക്ക് ആദ്യം ഇതായിട്ടുണ്ട്, മൂത്തിട്ടുണ്ട് തേങ്ങ. നമുക്കിത് കോരിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ മുതിര, നമ്മൾ കൈ കൊണ്ടൊന്ന് ഉടച്ച മുതിര നമുക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മുതിരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേവിച്ച് വന്നപ്പോൾ. അപ്പോൾ ഒരു 1/2 കപ്പ് നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം കുതിർന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് 1 കപ്പായിട്ട് കിട്ടും. അതാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇത് നെയ്യിലൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര, 1 കപ്പ് മുതിരയ്ക്ക് 1 കപ്പ് ചീകിയെടുത്ത ശർക്കര, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നമ്മളൊന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ കട്ടൊക്കെ മാറ്റിയിട്ട്, മണ്ണും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉരുക്കിയെടുത്തതാണിത്. അളവ് 1 കപ്പ് മുതിരയ്ക്ക് 1 കപ്പ് ശർക്കര. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമുക്ക് കൂടുതൽ ചേർക്കാം, കുറവ് ആണ് ആവശ്യമുള്ളവർക്ക് കുറവും ചേർക്കാം. ഇനി ഈ ശർക്കരയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഈ മുതിരയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഇതായിട്ടുണ്ട്. ശർക്കരയും മുതിരയും തമ്മിൽ നന്നായിട്ട് യോജിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2ാം പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. 2ാം പാൽ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ കിടന്നിട്ട് ഇനി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് 1ാം പാലും ചേർത്ത്
ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് വാങ്ങി തേങ്ങാക്കൊത്തൊക്കെ ഇടാം. ഇതാദ്യം ഇനി നന്നായിട്ട് കുറുകി വരട്ടെ. രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം 1.5 തൊട്ട് 2 കപ്പ് വരെ രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടുന്നതനുസരിച്ച് നല്ലതാണ്. 1.5 കപ്പെങ്കിലും ചേർത്ത് കൊടുക്കുക. മഴക്കാലത്ത് മുതിര കഴിക്കുന്നത് വളരെ വിശേഷമായി, അതും കർക്കിടക മാസത്തിൽ മുതിര കഴിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. മുതിര പല വിധത്തിൽ കറി വെച്ച് കഴിക്കാം. തോരൻ വെച്ചിട്ട്, മെഴുക്കുവരട്ടി, മുതിര കറിയായിട്ട്, പായസമായിട്ട്, അങ്ങനെ പല വിധത്തിൽ നമുക്ക് മുതിര കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് തയ്യാറാക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1-ാം പാലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ ചേർത്തതിന് ശേഷം നമ്മൾ തിളയ്ക്കാൻ പാടില്ല. അപ്പം ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കങ്ങ് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളെ അടിപൊളി മുതിര പായസം. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. അത് ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരും, പാകത്തിനാവും. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിപ്പോൾ ഇറക്കാം. ഇത് തണുത്ത് വരുമ്പോൾ നമ്മൾ കറക്റ്റ് കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും. ഇത് ഇനി നമുക്കൊരു ബൗളിലേക്ക്, സെർവിങ് ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുതിര കൊണ്ടുള്ള പായസം റെഡിയാക്കാൻ പറ്റും. അങ്ങനെ സ്വാദിഷ്ടമായ മുതിര കൊണ്ടുള്ള പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുതിര വറുത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. എങ്കിൽ മാത്രമേ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുതിര ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വറുക്കുക. ഒരു 6-7 മണിക്കൂർ കുതിർക്കുക. മുതിരയുടെ വേവ് അനുസരിച്ച് ഒരു 5 തൊട്ട് 6 വിസിൽ വരെ കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്രമാത്രം ഉള്ളൂ പണി. അത് കഴിഞ്ഞാൽ വേഗം നമുക്ക് ശർക്കര, അതായത് 1/2 കപ്പ് മുതിര സോക്ക് ചെയ്താൽ നമുക്ക് 1 കപ്പ് വരെ കിട്ടും. ആ ഒരു സോക്ക് ചെയ്ത് കിട്ടുന്ന എത്രയാണോ അതിനനുസരിച്ച് റേഷ്യോ എടുക്കുക. ശർക്കര 1 കപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1/2 കപ്പ് എടുക്കുമ്പോൾ 1 കപ്പ് നമുക്ക് മുതിര നമുക്ക് സോക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടും. അപ്പോൾ 1 കപ്പ് ശർക്കര, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ മധുരം കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് വരും. അതുപോലെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് ടേസ്റ്റ്. രണ്ടാം പാൽ ഒരു 1.5 കപ്പ് വരെ, 1.5 തൊട്ട് 2 കപ്പ് വരെ നമുക്ക് എടുക്കാം. പിന്നെ 1-ാം പാൽ നമ്മുടെ കിട്ടുന്ന അനുസരിച്ച് ഒരു 1/4 കപ്പ് വരെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് 1-ാം പാലും കൂടെ ചേർത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി മുതിര പായസം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.